ഇന്ന് ഈ സദസ്സിലെത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും സാന്നിധ്യത്തിൽ ഔപചാരികമായ ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ഇന്ദിര മെമ്മോറിയൽ മോണ്ടിസറി സ്കൂളിൻ്റെ എല്ലാം ആയ ശ്രീമതി സിന്ധു സുജിത്തിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് നമുക്ക് പറയാവുന്ന, രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ക്ഷേത്ര വാദ്യകലയുടെ കുലപതി, പെരുവനം ദേശത്തിന്റെ പെരുമ ലോകമെമ്പാടും എത്തിച്ച പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ എന്ന് ലോകം മുഴുവൻ അറിയുന്ന കുട്ടേട്ടനെ ഈ വേദിയിലേക്ക് നിങ്ങളുടെ ഏവരുടെയും കരഘോഷത്തിന്റെ അകമ്പടിയോടെ ഈ വേദിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും ജനപ്രിയ നേതാവുമായിട്ടുള്ള മിസ്റ്റർ സിജോ ജോർജ് അവർകളെ ഈ വേദിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ശ്രീമതി ജയശ്രീ ഷാജൻ, വാർഡ് മെമ്പറാണ്, ജനപ്രതിനിധിയാണ്. ജനങ്ങളുടെ ഇടയിൽ നിന്നും പ്രവർത്തിക്കുന്ന ശ്രീമതി ജയശ്രീ ഷാജനെ ഈ വേദിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായി പ്രാർത്ഥനയാണ്. ഈ സ്കൂളിലെ കുരുന്നുകൾ അവതരിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. ഇന്ദിര മെമ്മോറിയൽ മോണ്ടിസറി സ്കൂൾ 11 വർഷം മുമ്പ് ഇവിടെ ആരംഭം കുറിച്ച ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപക നമ്മളിൽ നിന്നും
വിട്ടുപിരിഞ്ഞുപോയ ഇന്ദിര ടീച്ചറുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഒരു മിനിറ്റ് നേരം എഴുന്നേറ്റ് നിന്ന് നമുക്ക് മൗനം ആചരിക്കാം. Good afternoon to one and all. മാന്യ സദസ്സിന് നമസ്കാരം. We are here to welcome our honorable guests. We welcome our school principal, Mrs. Sindhu Sujit ma'am. We heartily welcome Pannasri Perivanam Kuttamara sir. We also heartily welcome Cherpu Panchayat President Mr. C. Jojo sir. We welcome Cherpu Ward member Srimati Jayashree Shajan ma'am. നമ്മുടെ സ്കൂളിലെ കുട്ടികളാണ് വെൽക്കം സ്പീച്ച് പറഞ്ഞത്. രാശി എസ്, ഭൂമി വൈശാഖ്, മഹിൻ സമർത്ത്, കാശിനാഥ് MR. നല്ലൊരു കൈയടിയ കുട്ടികൾക്ക് കൊടുക്കണം. അടുത്തതായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന പാരൻസിനും ഗ്രാൻഡ് പാരൻസിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാ കൊച്ചുകുട്ടികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അധ്യക്ഷ പ്രസംഗത്തിനായി ഇന്ദിര മെമ്മോറിയൽ മോണ്ടിസറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീമതി സിന്ധു സുജിത്തിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 11 കൊല്ലം മുമ്പ് 2015 എൻ്റെ അമ്മ മോണ്ടിസറി സ്കൂൾ ചേർപ്പിൽ ആദ്യമായി തുടങ്ങുമ്പോൾ ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളും ആകാംക്ഷകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മോണ്ടിസറി അന്വേഷിച്ച് രക്ഷിതാക്കൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഓരോ പാരൻസും കുട്ടികളെ പ്രീ സ്കൂളിലേക്ക് ചേർക്കുന്നത് അവർ എന്തെങ്കിലുമൊക്കെ പഠിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ്. ആൽഫബറ്റ്സും നമ്പേഴ്സും കുറച്ച് കുട്ടികളായിട്ട് സോഷ്യലൈസ് ചെയ്യാനും ഒക്കെ. പക്ഷെ ഒരു മോണ്ടിസറി ക്ലാസ് റൂമിൽ അതിനുപരിയായി കുട്ടികൾ പ്രാക്ടിക്കൽ സ്കില്ലും വാല്യൂസും കൂടെ പഠിക്കുന്നുണ്ട്. അതിലുപരിയായി അവർക്ക് ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ കോൺഫിഡൻസ്, അപ്സ് ആൻഡ് ഡൗൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റും കൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. ഇന്ന് നമ്മളിവിടെ ഇതാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, നമ്മുടെ കൊച്ചു കുട്ടികളുടെ കോൺഫിഡൻസ്. നമുക്കെല്ലാവർക്കും ഒരു ഫസ്റ്റ് ടൈം ഉണ്ടായിരിക്കും. ഇന്ന് നമ്മുടെ പല കുട്ടികളും ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. അതിൻ്റേതായിട്ടുള്ള നെർവസ്നെസ്സും അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും തളരാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചു നോക്കാനായിട്ട് അവർക്ക് ധൈര്യം കൊടുക്കുന്നത് നമ്മുടെ മോണ്ടിസറിയിലെ സ്കില്ലുകളാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ കുട്ടികളെ എൻകറേജ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ഈ ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട കുട്ടേട്ടനെ പത്മശ്രീ പെരുവനം കുട്ടന്മാരെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി. സുസുതി പ്രജാഭ്യാ പരിപാലയന്താ ന്യായേന മാർഗേണ മഹീം മഹേശാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി. ആരാധ്യനായ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ
സിജോ ജോർജ് അവർകളെ, വേദിയിലുള്ള IMSൻ്റെ സാരഥിയായ സിന്ധു മാഡം, വാർഡ് മെമ്പർ ശ്രീമതി ജയശ്രീ, മോണ്ടിസറി സ്കൂളിലെ നല്ലവരായ കുട്ടികളെ, രക്ഷിതാക്കളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷത്തോടെ നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുകയാണ്. ഇവിടെ നീണ്ട പ്രസംഗങ്ങളെക്കാൾ നമ്മൾ കൊച്ചുകുട്ടികളുടെ അവരുടെ കഴിവുകൾ അവർക്ക് ധൈര്യം പകർന്നുകൊണ്ട് അവർ അവതരിപ്പിക്കുന്ന ആ രീതി, ആ കുട്ടികൾ നമ്മൾ കണ്ട് സന്തോഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ 11 വർഷം മുമ്പ് ശ്രീമതി ഇന്ദിര ചേർപ്പ് ക്ഷേത്രത്തിന് സമീപം അവരുടെ വീടിനോട് ചേർന്ന് സോപാനത്തിൽ ആരംഭിച്ച മോണ്ടിസറി സ്കൂൾ പിന്നീട് സിന്ധു മേഡത്തിൻ്റെ നേതൃത്വത്തിൽ അത് IMS എന്ന പേരിൽ മാറുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാട്ടുകാരുടെ കുട്ടികൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കുട്ടികളെ നല്ല ശീലം പഠിപ്പിക്കുക, ധൈര്യം പകർന്നു കൊടുക്കുക, അവർക്ക് സ്വയം നല്ല നിശ്ചയദാർഢ്യത്തോടെ എന്തിനേയും അഭിമുഖീകരിക്കാനുള്ള, കുട്ടിക്കാലം മുതൽക്ക് തന്നെ അത്തരം ചില കഴിവുകൾ നേടാനുള്ള ആദ്യ പടി അതാണ് ഇവിടെ ഈ സ്കൂളിൽ നിന്നും കാര്യമായി കിട്ടുന്നത്. അതുപോലെ തന്നെ സഹവിദ്യാർത്ഥികളെ, കൂട്ടുകാരെ ഒന്നായി കൂട്ടുകാരായി ജീവിക്കാൻ പഠിപ്പിക്കുന്നു. സമൂഹവുമായി ഇഴുകിച്ചേർന്നുകൊണ്ട് ആ കുട്ടികൾ നല്ല മനുഷ്യരായി തീരാനുള്ള ഒരു ബേസിക്കാണ് ഇവിടെ വാർത്തെടുക്കുന്നത്. ഇതിൻ്റെ വേണ്ടി പ്രവർത്തിക്കുന്ന സിന്ധു മേഡവും അവരുടെ ഹസ്ബൻഡും, അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരെ, അതുപോലെ പാരൻസ് എല്ലാവരും ഒത്തുചേർന്ന്, ഞാൻ നിത്യവും ഇതിന് മുന്നിലൂടെ സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ കുട്ടികളെയും പാരൻസും ഒക്കെ ആയിട്ട് നല്ല അടുത്ത പരിചയമുള്ളത് കൊണ്ടും അവരുടെ ശ്രമവും അവരുടെ അധ്വാനവും ഞാൻ ആത്മാർത്ഥമായി കണ്ടു മനസ്സിലാക്കിയിട്ടുള്ള അവരെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ആഘോഷ പരിപാടികൾ വൻ വിജയമായി തീരട്ടെ. കുട്ടികൾ നല്ല ഭാവിയിൽ നല്ല മനുഷ്യരായി, നല്ല കലാകാരന്മാരായി, അവർ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളിൽ ഉന്നതരായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ മിസ്റ്റർ സിജോ ജോർജിനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ പെരുവനത്തിൻ്റെ നമ്മുടെ സ്വകാര്യ അഹങ്കാരം, അതായത് ചേർപ്പിൻ്റെയൊക്കെ ഏറ്റവും പ്രഗത്ഭനായ നമ്മുടെ കുട്ടേട്ടൻ, ഈ മോണ്ടിസോറി സ്കൂളിൻ്റെ പ്രിൻസിപ്പള് സിന്ധു മാഡം, പ്രിയങ്കരിയായ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ജയശ്രീ ചേച്ചി, നമ്മുടെ മുൻ മെമ്പർ ശ്രുതി, ഇവിടുത്തെ അധ്യാപകരെ, ഇവിടുത്തെ കൊച്ചുകുട്ടികളെ, രക്ഷിതാക്കളെ, വളരെ സന്തോഷം. ഈ സ്കൂളിൻ്റെ ഇന്ദിര മെമ്മോറിയൽ മോണ്ടിസോറി സ്കൂളിൻ്റെ 11ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഈ ഭോജനശൈലി നടത്താനും ഇതിലൊക്കെ സംബന്ധിക്കാനും ഞങ്ങൾ ക്ഷണിച്ച ഇതിൻ്റെ ടീച്ചറോട് പ്രത്യേകം നന്ദി പറയുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുട്ടികൾക്കും വേനൽക്കാലത്ത് ഈ സ്കൂളിൽ പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. നമ്മുടെ ബുദ്ധിപരമായും കായികപരമായിക്കൊക്കെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഇവർ സ്കൂളുകൾ ടീച്ചർമാരും ഇതിൻ്റെ പ്രിൻസിപ്പളൊക്കെ ചെയ്യുന്ന കഠിനാധ്വാനം വളരെ വിലപ്പെട്ടതാണ്. തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ വക പിന്തുണയും ചേർപ്പ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർഷിക ആഘോഷത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധി കൂടിയായ ശ്രീമതി ജയശ്രീ ഷാച്ചനെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ഈ ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട കുട്ടേട്ടൻ
അധ്യക്ഷ പദവി വഹിക്കുന്ന സിന്ധു മാഡം, നമ്മുടെ ചേർപ്പിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് സിജോ ജോർജ്, സദസ്സിലിരിക്കുന്ന മറ്റ് വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് കുട്ടികൾക്ക്. 11 വർഷമായി പ്രവർത്തിക്കുന്ന ചേർപ്പിലെ ഒരു സ്ഥാപനമാണിത്. പക്ഷേ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ മേഖലയിലേക്ക് പോകാനോ നോക്കേണ്ട ഒരു കാര്യം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ 2 ദിവസം മുന്നേ ഞാൻ ടീച്ചർ വിളിച്ചപ്പോൾ അവിടേക്ക് പോയിരുന്നു. അവിടേക്ക് ചെന്നപ്പോഴാണ് ആ ഒരു സ്ഥാപനത്തിൻ്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായത്. ടീച്ചറുടെയും അവിടുത്തെ ടീച്ചർമാരുടെയും കഠിനാധ്വാനവും ആ ചെറിയ കുട്ടികളെ നോക്കണ ആ ഒരു പ്രത്യേകതയും കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നിയത്. ഞാൻ ടീച്ചറോട് ചോദിച്ചു, ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഇത്രയും അധികം കാര്യങ്ങളും ഫെസിലിറ്റിയും ഒക്കെ ഉപയോഗിച്ച് ടീച്ചർ ഈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. പറഞ്ഞു, കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ ഇത് മാറണം. ഞാൻ ടീച്ചറോട് പറയുന്നത് ഇത് വലിയൊരു സ്ഥാപനമായിട്ട് കൊണ്ടു നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. രണ്ടായിരത്തി 25-26 അധ്യയന വർഷത്തെ സ്കൂളിന്റെ റിപ്പോർട്ട് വായിക്കുന്നതിനായി മിസസ് ശ്രുതി KS-നെ ക്ഷണിക്കുന്നു. 2025-2026 അധ്യയന വർഷത്തിലെ റിപ്പോർട്ട്. ഏപ്രിൽ മെയ്യിലെ സമ്മർ ക്യാമ്പിന് ശേഷം ജൂൺ 4-ാം തീയതി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. ജൂൺ മാസത്തിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. അതോടനുബന്ധിച്ച് ഷെയറിംഗ് എന്ന വാല്യൂ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന തൈകളും വിത്തുകളും പരസ്പരം കൈമാറി അവർ അവരുടെ വീടുകളിൽ കൊണ്ടുപോയി പരിപാലിച്ച് വിളവെടുപ്പ് നടത്തി. ജൂലൈ മാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ വഹിക്കുന്ന വലിയ പങ്കിനെക്കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനായി ഫ്രണ്ട്ഷിപ്പ് ഡേ വിപുലമായി ആഘോഷിച്ചു. അതിനോടനുബന്ധിച്ച് ക്രാഫ്റ്റ് ചെയ്ത് അവ സെലിബ്രേറ്റ് ചെയ്തു. 5 സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ട് പലതരം ആക്ടിവിറ്റീസ് ചെയ്ത് ഞങ്ങൾ ഫ്രൂട്ട്സ് ഡേ ആഘോഷിച്ചു. കുട്ടികൾ സ്വന്തമായി ഫ്രൂട്ട്സ് കട്ടിംഗ്, പീലിംഗ് ചെയ്ത് അവർ അത് ടേസ്റ്റ് ചെയ്യുകയും രുചികളിലെ വ്യത്യാസങ്ങൾ നേരിട്ട് അനുഭവിക്കുകയും ചെയ്തു. ഓഗസ്റ്റിൽ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചു. വിവിധതരം ഡാൻസ്, പാട്ട്, ക്രാഫ്റ്റ് ഇതെല്ലാം കുട്ടികളെ കൊണ്ട് സ്വന്തമായി ചെയ്യിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ കർഷകരുടെയും സ്വന്തമായി കൃഷി ചെയ്യുന്നതിൻ്റെയും വില മനസ്സിലാക്കി കൊടുക്കുന്നതിനായി ഫാർമേഴ്സ് ഡേ ആഘോഷിച്ചു. കുട്ടികൾ തന്നെ വിത്തുകൾ നട്ട് അത് മുളപ്പിച്ചു. ഫാർമേഴ്സ് ഡേയോടനുബന്ധിച്ച് TTC-ക്കാരുടെ നേതൃത്വത്തിൽ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുകയും നെൽകൃഷി ചെയ്യുന്നതിൻ്റെ ഓരോ ഘട്ടങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. നമ്മുടെ നാടിൻ്റെ തനതായ ആഘോഷങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായി ഓണാഘോഷം ഞങ്ങൾ വിപുലമായി സംഘടിപ്പിച്ചു. ഓണത്തിനോടനുബന്ധിച്ച് ഓണക്കളികൾ, ഓണപ്പാട്ട്, തൃക്കാക്കരപ്പനു നേദിക്കുക, ഓണപ്പൂക്കളം, ഓണസദ്യ, തിരുവാതിരക്കളി ഇതെല്ലാം സംഘടിപ്പിച്ചു. സെപ്റ്റംബറിൽ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾ ഡേ ആഘോഷിച്ചു. അതിനോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ അവയർനെസ്, കുട്ടികൾക്ക് മൊബൈൽ ഫോൺ എത്ര ഹാനികരമാണ് എന്നത് ഒരു സ്കിറ്റിലൂടെ പരിചയപ്പെടുത്തി കൊടുത്തു. അതുപോലെ തന്നെ ഗുഡ് മാനേഴ്സ്, ബാഡ് മാനേഴ്സ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുന്ന രീതിയിൽ സ്കിറ്റുകൾ ചെയ്തു. കുട്ടികൾക്ക് ഗുഡ് ടച്ച്, ബാഡ് ടച്ച് തിരിച്ചറിയാൻ അവയർനെസ് കൊടുത്തു. ഒക്ടോബർ മാസത്തിൽ TTC-ക്കാരുടെ വിനോദയാത്ര നടത്തി. അതുകഴിഞ്ഞ് ഒക്ടോബറിൽ തന്നെ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. കുട്ടികൾക്ക് ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ ഹെൽത്തി ഫുഡും ജങ്ക് ഫുഡും വേർതിരിച്ച് മനസ്സിലാക്കാൻ കുട്ടികളെ കൊണ്ട് തന്നെ സ്കിറ്റ് ചെയ്യിപ്പിച്ചു. അതുകഴിഞ്ഞ് ദീപാവലി ആഘോഷിച്ചു. മധുരപലഹാരങ്ങൾ കൈമാറി കുട്ടികൾ വിളക്കുകൾ കൊളുത്തി വിവിധ തരം കലാപരിപാടികളോടുകൂടി ദീപാവലി ആഘോഷിച്ചു. നവംബറിൽ കേരളപ്പിറവിയോടനുബന്ധിച്ച് കേരളത്തിൻ്റെ തനതായ വസ്തുക്കളും പഴയ വസ്തുക്കളും ഉപയോഗിച്ച് സാധനങ്ങളുടെ എക്സിബിഷൻ നടത്തി. കുട്ടികൾ വീടുകളിൽ നിന്ന് പുരാതന സാധനങ്ങൾ കൊണ്ടുവരികയും എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചു. അതിനോടൊപ്പം കുട്ടികളുടെ ഫാൻസി ഡ്രസ് നടത്തിയിരുന്നു. ടേബിളോയ്ക്ക് വേണ്ടി രാജാ രവിവർമ്മയും ചന്തുമേനോൻ്റെ ഇന്ദുലേഖ, ശങ്കരാചാര്യർ, ഉണ്ണിയാർച്ച, വിവേകാനന്ദൻ തുടങ്ങി കേരളത്തിൻ്റെ പ്രധാന വ്യക്തിത്വങ്ങളെ ടേബിളോയിൽ പ്രദർശിപ്പിച്ചു. നവംബറിൽ കുട്ടികളെ വിനോദയാത്ര കൊണ്ടുപോയി. നവംബറിൽ ശിശുദിനത്തോടനുബന്ധിച്ച് ഡാൻസ്, പാട്ട്, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ, ക്വിസ് മത്സരം, റാലി തുടങ്ങിയവ നടത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികളിലെ അവയർനെസ്സും ഒബ്സർവേഷനും കൂട്ടാനായി തിങ്സ് ഇൻ മൈ കിച്ചൺ എന്ന കൺസെപ്റ്റ് ആഘോഷിച്ചു. നമ്മുടെ വീട്ടിലെ നിത്യം ഉപയോഗിക്കുന്ന പാത്രങ്ങളും അടുക്കളയിൽ ഉപയോഗിക്കുന്ന വിവിധ തരം വസ്തുക്കളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. TTC-ക്കാരുടെ കിച്ചൺ ഡാൻസ് ഉണ്ടായിരുന്നു.
ഡിസംബറിൽ TTCക്കാരെ തൈക്കാട്ടുശ്ശേരി മ്യൂസിയം സന്ദർശിച്ചു. ആയുർവേദത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും നമ്മുടെ നിത്യജീവിതത്തിൽ ആയുർവേദം എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ചും ഒരു അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചു. ഡിസംബറിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു നടത്തിയിരുന്നത്. ഓരോ ദിവസങ്ങളിലായി ഡാൻസ്, പാട്ട്, ഗെയിം, സീക്രട്ട് സാന്റ, മൂവി ഡേ, ക്രാഫ്റ്റ് എന്നിവ നടത്തി. കുട്ടികളിൽ ആരോഗ്യത്തിൻ്റെയും ഫിറ്റ്നസിൻ്റെയും എക്സസൈസിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുവാൻ ഡെക്കാത്തലോണിലേക്ക് കൊണ്ടുപോയിരുന്നു. കുട്ടികൾക്ക് വിവിധതരം ഗെയിമുകളും ഒരുക്കി വച്ചിരുന്നു. കുഞ്ഞുങ്ങൾക്ക് അത് നല്ലൊരു അനുഭവമായിരുന്നു. ജനുവരിയിൽ റിപ്പബ്ലിക് ഡേയും വിപുലമായി ആഘോഷിച്ചു. ഫെബ്രുവരിയിൽ മേക്കപ്പ് ഡേ ആഘോഷിച്ചു. എങ്ങനെ കൂടുതൽ പ്രസൻറ്റബിൾ ആവാൻ എന്ന കൺസെപ്റ്റ് കുട്ടികളിലേക്ക് എത്തിക്കാൻ മേക്കപ്പ് ഡേ സഹായിച്ചു. അതിനോടനുബന്ധിച്ച് ഫാഷൻ ഷോ, കുട്ടികൾ ഓരോ സ്റ്റാൾ സെറ്റ് ചെയ്ത് മേക്കപ്പ് കോർണർ, സ്പാ, ഹെന്ന, ഹെയർ സ്റ്റൈൽ, പെഡിക്യൂർ, മാനിക്യൂർ എന്നീ കൗണ്ടറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് വേറിട്ട ഒരു അനുഭവമായിരുന്നു. ഫെബ്രുവരിയിൽ മോണ്ടിസോറി TTC സ്റ്റുഡൻസിൻ്റെ വൈവയും എക്സിബിഷനും സംഘടിപ്പിച്ചു. മാർച്ചിൽ TTCക്കാരുടെയും കുട്ടികളുടെയും ആനുവൽ എക്സാമും അസസ്മെൻറ്റും നടത്തി. ഏപ്രിൽ 6 മുതൽ സമ്മർ ക്യാമ്പ് ആരംഭിച്ചു. ഏപ്രിൽ മെയ് സമ്മർ ക്യാമ്പോട് കൂടി ഈ വർഷത്തെ ആനുവൽ ഡേയിൽ എത്തി നിൽക്കുന്നു. താങ്ക് യു. അടുത്തത് ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ട് വായിച്ചത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കുട്ടികളെ കൊണ്ട് വിവിധ തലത്തിലുള്ള ഓരോ പരിപാടികളും ആവിഷ്കരിച്ച് കുട്ടികളെ നല്ല പൗരന്മാരായി വാർത്തെടുക്കുന്നതിൽ മികവ് പുലർത്തുന്ന ഈ സ്ഥാപനത്തിലെ അധ്യാപകരെയും അനധ്യാപകരെയും ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. ആദ്യമായി ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായ സിന്ധു ടീച്ചറുടെ ഭർത്താവ് സുജിത്ത് ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി നിലകൊണ്ട് ഈ സ്കൂളിൻ്റെ എല്ലാമായി മാറിക്കഴിഞ്ഞ സുജിത്തിനെ ആദ്യമായി ഈ വേദിയിൽ ആദരിക്കുന്നു. ആദരവ് നൽകുന്നതിന് വേണ്ടി പെരുവനം കുട്ടേട്ടനെയും ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സുജിത്തിനെയും ഈ നിറഞ്ഞ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായി ഈ സ്കൂളിലെ മറ്റധ്യാപകരുടെ പേരുകൾ വായിക്കും. അവരോരോരുത്തരായി വന്ന് ഈ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മിസിസ് അബിത ഉദയൻ. ഈ സ്കൂളിലെ അധ്യാപകർക്കാണ് ഈ പ്രൈസ് കൊടുക്കുന്നത്. നമ്മളെല്ലാവരും വെറും കാഴ്ചക്കാരാവരുത്. നല്ലൊരു കയ്യടിയോടുകൂടി നമ്മുടെ മക്കളെ മക്കളാക്കി മാറ്റിയ അധ്യാപകരാണ്. അപ്പോൾ ഈ അധ്യാപകരോടുള്ള കടപ്പാട് നല്ല കയ്യടിയിലൂടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി മിസിസ് മനീഷ MM. മിസിസ് ശ്രുതി KS. മിസിസ് ബിനിത. അടുത്തതായി മിസിസ് രാധ. രാധേച്ചി പ്രത്യേകം എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ്. ഈ സ്കൂളിലെ കുട്ടികളെ സ്വന്തം മക്കളെക്കാൾ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒറ്റുന്ന വളർത്തമ്മ. അവർക്ക് നിറഞ്ഞ കയ്യടി നിങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മിസിസ് വിദ്യാമോഹൻ. മിസിസ് ബിന്ദു രമണൻ.
ഇവിടെ വെൽക്കം ഡാൻസ് അവതരിപ്പിച്ച പവിത്രയും ഗൗരി നന്ദയും ഈ വേദിയിൽ പെരുവനം കുട്ടേട്ടൻ അവർക്ക് പ്രൈസ് കൊടുത്ത് ആദരിക്കുകയാണ്. നല്ലൊരു കയ്യടി വേദിയിൽ നിന്നും ഉണ്ടാകണം. അടുത്തതായി ഈ ചടങ്ങിന്റെ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ശ്രീമതി അബിത ഉദയനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ആദ്യമായി ഈ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ച പത്മശ്രീ പെരുവനം കുട്ടൻ മാരാർ നമ്മുടെ സ്വന്തം കുട്ടേട്ടനെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ പ്രോഗ്രാമിന് അധ്യക്ഷപദം അലങ്കരിച്ച നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീമതി സിന്ധു ടീച്ചർക്ക് നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന് ആശംസകൾ അറിയിച്ച നമ്മുടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ സിജോ ജോർജ് അവർകൾക്കും വാർഡ് മെമ്പർ ശ്രീമതി ജയശ്രീ ഷാജനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന് ഇവൻറ്റ്സ് മാനേജ്മെൻറ്റ്, ഫോട്ടോസ്, വീഡിയോഗ്രാഫി എന്നിവ നിർവഹിച്ച A to Z നാച്ചുറൽ ഇവൻറ്റ്സ് ഇലക്ട്രോണിക്ക എറവ് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിനെ വാർത്താ സംപ്രേഷണം ചെയ്യുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന മീഡിയ 4 ചാനലിനും നന്ദി പറയുന്നു. എല്ലാത്തിലുമുപരി ഈ പ്രോഗ്രാം വിജയകരമാക്കാൻ നമ്മുടെ കൂടെ ചേർന്ന് നിന്ന അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അതോടൊപ്പം തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും എൻ്റെ സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പെരുവനം കുട്ടേട്ടന് ഈ സ്കൂളിൻ്റെ ചെറിയ ഒരു ഉപഹാരം, സ്നേഹോപഹാരം അത് സമർപ്പിക്കുന്നതിന് വേണ്ടി സിന്ധു ടീച്ചറെയും സുജിത്തിനെയും ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ ദേശത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം, വാദ്യകലയുടെ കുലപതി പെരുവനം കുട്ടൻ മാരാർ എന്ന കുട്ടേട്ടനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.